ഈ കൂടുതലും വിടാതിരിക്കുന്നതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ നാട്ടുകാരാണ് കൂടുതലായിട്ട് പ്രശ്നം. നാട്ടുകാർ നമ്മളവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എത്ര പറഞ്ഞാലും കാര്യം ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു, ഷോർട്സ് ഇടുന്നു, അവൾ അങ്ങനെ പോകുന്നു ഇവളിങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ പിന്നെ അങ്ങനെ തന്നെ അവർ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇവളെത്ര പറഞ്ഞാലും കേൾക്കത്തില്ല എന്നുള്ള രീതിയിലായപ്പോഴത്തേക്ക് അവർ എന്നെ അങ്ങ് മടിച്ച്. അത്രേ ഉള്ളൂ ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നും മിണ്ടത്തില്ല. അതുകൊണ്ട് അതാണ് അത്ര. അപ്പോൾ നമ്മളെ ഫിറ്റ് ഫോക്കസ് ജിമ്മിൽ ഒരു വിശിഷ്ട അതിഥി എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു കുട്ടിയാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടി ഈ ഒരു ഫിറ്റ്നസ് രംഗത്ത് ഇതിനോടൊക്കെ തന്നെ കഴിവ് തെളിയിച്ചൊരു കുട്ടിയാണ്. മിസ് കൊല്ലമാണ്, മിസ് ആറ്റിങ്ങിലാണ്. മിസ്സിന്റെ പേരെന്തുവാ? അനശ്വര. മിസ് ആയിട്ടല്ല, കുമാരിയാണ്. കുമാരി അനശ്വരാണ്. അനശ്വരയ്ക്ക് എന്താണ് ഈ ഒരു ലേഡീസ് ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവരോട് പറയാനുള്ളത്? എന്നുവെച്ചാൽ അവരോട് പറയാനുള്ളതാണോ ഞാൻ ഈ കടന്നു വന്നതിന്റെ വരവാണോ പറയുന്നത്? മോള് കടന്നു വന്നതിന്റെ വരവും പറയണം, സ്ത്രീകള് ഈ മേഖലയിലേക്ക് കടന്നു വരേണ്ട ആവശ്യകത അതും പറയണം. ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഫീൽഡിലൂടെ ഇറങ്ങാനുള്ള ഏക ഒരൊറ്റ കാരണം എന്ന് പറയുമ്പോൾ ചേച്ചിയാണ്. അപ്പം അവളുടെ ആ ഒരു പ്രായത്തില് അവൾക്ക് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. മീൻസ് എന്തുവാ, ആരും ഇങ്ങനെ പുറകോട്ടായിരുന്നു എല്ലാവരും വലിക്കുന്നത്. എന്ന് വെച്ചാൽ ആരും ഇറങ്ങണ്ട, സ്ത്രീകൾ അങ്ങനെ മീൻസ് അടച്ചമർത്തുമായിരുന്നു സ്ത്രീകളെ മാത്രമായിട്ട്. അങ്ങനെയായിരുന്നു. അപ്പം അവൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെ എന്തേലും ആക്കണം. മീൻസ് ഒരു ഫിറ്റ്നസ് ആയിട്ട് പോയിട്ട് എന്തേലും ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അവള് ഇതുപോലെ ആദ്യമേ ഇങ്ങനെ വെയിറ്റ് ലിഫ്റ്റിംഗ് നല്ലതാണെന്നിങ്ങനെ പറഞ്ഞു. അപ്പം അതിന് പോയതായിരുന്നു ജിമ്മിൽ. അങ്ങനെ ജിമ്മിൽ പോയപ്പോൾ അവിടെ പോയപ്പോഴാണ് എല്ലാം തിരിഞ്ഞു പറഞ്ഞു. അവിടെ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു കോച്ചുണ്ട്. പിന്നെ ആ ചേച്ചിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു. ആദ്യമേയൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു, പിന്നെ ആ ചേച്ചിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു. പിന്നാണ് അമ്പഴെണ്ണ പരിചയപ്പെടുത്തി തന്നെ. എൻ്റെ ട്രെയിനറാണ്, ഞാൻ ട്രെയിനറാണ്. അപ്പം അത് കഴിഞ്ഞാണ് ഞാൻ അണ്ണനെ കണ്ടത്. അപ്പം എന്തുവാ, ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതും ഇങ്ങനെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് അണ്ണ തന്നെ പറയും, മറ്റുള്ളവരെ പോലല്ല, നല്ല ആത്മാർത്ഥമായിട്ടാണ് ഈ കുട്ടി വർക്കൗട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒരു ബോയ് ഇത് ചെയ്യുന്ന കണക്കല്ല. നമ്മുടെ പ്രായത്തിൽ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് കളഞ്ഞ് ഈ കൊച്ചു പക്ഷേ അത് എങ്ങനെയെങ്കിലും യൂസ് ചെയ്ത് അത് നല്ലൊരു നിലയിൽ എത്താനായിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്താണ് ചെയ്യുന്നുണ്ട്. ഒരു സപ്പോർട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കൂടുതലെല്ലാം നോക്കി കണ്ടും ചെയ്ത് കൊണ്ടുവന്ന് ഈ ഒരു കോമ്പറ്റീഷനിലോട്ട് കൊണ്ടുവന്നപ്പോൾ സത്യം പറഞ്ഞാൽ കോമ്പറ്റീഷനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. അവസാനം നമ്മൾ തന്നെ പറഞ്ഞ് കുട്ടിയുടെ ഒരു കഴിവ് മനസ്സിലാക്കി കൊടുത്ത് അവളെ അതിലോട്ട് കൊണ്ടുവന്ന് മാക്സിമം നല്ലപോലെ നമ്മൾ വിചാരിച്ചതിനപ്പുറം പെർഫോം ചെയ്ത് ആ ഒരു ലെവലിലോട്ട് സ്വന്തമായിട്ട് തന്നെ ഒരു ഹാർഡ് വർക്ക് തെളിയിച്ചുകൊണ്ടാണ് പുള്ളി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പം വളരെ നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ ഒരു ഇതിൽ വിളിച്ചതിലും ഈ ഒരു ജിമ്മിൻ്റെ കാര്യത്തിന് ഇവിടെ എത്തിയാലും വളരെ സന്തോഷമായിട്ടുള്ളത്. ആദ്യമേ ഞാൻ കൊല്ലത്തിറങ്ങി ബോഡി ബിൽഡിങ്ങിൻ്റെ കോമ്പറ്റീഷൻ ഇറങ്ങി. അപ്പോൾ എനിക്ക് തേർഡായിരുന്നു കിട്ടി. അപ്പോൾ ആ ഒരു വാശിൽ ഞാൻ അടുത്ത വർഷം, അതായത് ഈ വർഷം ഇറങ്ങി. അതിൽ ടൈറ്റിലും ഉണ്ട്, ഫസ്റ്റ് ഉണ്ട്. പിന്നെ അതേ ഒരു വാശിൽ തന്നെ ആറ്റിങ്ങിലും പോയി ഇറങ്ങി. ആറ്റിങ്ങിലും ടൈറ്റിലുണ്ട്. പിന്നെ ഞാൻ ആം റെസ്ലിംഗ് ചെയ്യുന്നില്ല, പക്ഷേ ചെയ്തുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ഇതുപോലെ ഞാൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. എനിക്ക് സ്ട്രെങ്ത് കൂടി വന്നപ്പോഴത്തേക്ക് എനിക്ക് തന്നെ തോന്നി ആം റെസ്ലിംഗ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാലോ എന്നിങ്ങനെ തോന്നി. അപ്പം കൊല്ലത്തെ ഡിസ്ട്രിക്റ്റിൽ കിട്ടി. പിന്നെ ഇപ്പോൾ സ്റ്റേറ്റിൽ മെഡലുണ്ട്, സ്റ്റേറ്റ് ചാമ്പ്യനാണ്. പിന്നെ ഇപ്പോൾ നാഷണൽ പോകാൻ വേണ്ടി നിൽക്കുക. നാഷണൽ ഇനി വരുന്ന ജൂണൊക്കെ ആവും നാഷണൽ. പിന്നെ ഏഷ്യ മത്സരം വരുന്നുണ്ട്, അവിടെ പോകണം. ഫുള്ള് തിരക്കാം. കൈക്കും ശരീരത്തിനൊക്കെ കരുത്ത് കൂടിയപ്പോൾ വാക്കുകൾക്ക് കരുത്ത് കൂടി. നല്ല സപ്പോർട്ടാണോ? പേരൻസ് ആദ്യമേ ഒന്നും വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ചേച്ചി പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ ആയി. ഇപ്പം അമ്മയാണ് എല്ലാ കാര്യത്തിനും കൂടെ വരുന്നത്. അമ്മയും ട്രെയിനറുമാണ് കൂടെ എല്ലാ കാര്യത്തിനും വരുന്നത്. അമ്മയ്ക്ക് വയ്യ, മീൻസ് അമ്മയ്ക്ക് ഒട്ടും ശരീരമായിട്ട് നല്ല ഇതുണ്ട്. മീൻസ് കൈയൊന്നും നല്ലതല്ല, നടു ഡിസ്ക് കംപ്ലൈൻ്റ് ആണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ടും ആ പ്രശ്നങ്ങളെല്ലാം മറന്നിട്ടാണ് അമ്മ എൻ്റെ ഓരോരോ കാര്യത്തിന് വരുന്നത്. ഓരോരോ എന്തോ നേട്ടങ്ങൾ നേടിയാലും അമ്മ കൂടെ കാണും എല്ലാ കാര്യത്തിനും. ഇപ്പോൾ ഏഷ്യ ഒരു മത്സരം വന്നു, അതിന് നല്ല മീൻസ് അവിടെ ഡൽഹിയിലാണ് പോകുന്നത്. അപ്പം അവിടെ നല്ല റേറ്റാണ്. മീൻസ് എനിക്ക് തന്നെ 20,000 രൂപയാണ് അവിടെ പോകുന്നതിന് തന്നെ. പിന്നെ ഇത് ഈ ഒരു ചിലവ് മാത്രമല്ല, വീട്ടിൽ ഫുള്ള് ചിലവുണ്ട്. വീട്ടിൽ തന്നെ ചിലവുണ്ട്, പിന്നെ എന്നെ നോക്കുന്നതിനും ചിലവുണ്ട്. ഈ ഫുഡിന്റെ കാര്യത്തിലും ജിമ്മിന്റെ കൊടുക്കേണ്ട പ്രോട്ടീൻ, അങ്ങനെയുള്ള ക്രിയാറ്റിൻ, അങ്ങനെയുള്ള കാര്യത്തിന്റെ
എല്ലാ കാര്യവും അമ്മേനാണ് നോക്കുന്നത്. അപ്പം ഇത്രയും പ്രശ്നങ്ങളെല്ലാം വെച്ചിട്ട് ഈ ഒരു ഇങ്ങനെ നോക്കുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം എനിക്കൊന്നും പറയാനില്ല, ഞാൻ കരഞ്ഞു പോയി. ഇനി പറഞ്ഞു ഞാൻ കരഞ്ഞു. ഞാൻ ഈ മോൾക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് ഈ വല്ലായ്മയിൽ നിന്നും ഈ അമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പലവരും മോക്ക് കരച്ചിലാണ് അല്ലേ? അപ്പോൾ എന്നാലും അമ്മയ്ക്ക് കൂടെ അമ്മ പറയും. അമ്മയ്ക്ക് എന്താ പറയാനുള്ള അമ്മേ? അമ്മയെ കാണിക്കണം, അമ്മേ ബോസ് കാണിക്കണം. പറഞ്ഞോ അമ്മയ്ക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അമ്മ പറ. അവക്കളെ ഏത് ഉയർച്ചയ്ക്കും എനിക്ക് സന്തോഷം. എനിക്കും എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മൂത്ത മോള് അവിടെ സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ട്. വേറെ ആരില്ലേലും കുഴപ്പമില്ല, ഞങ്ങൾ 3 പേരും മതി. അതാ ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ രണ്ടാമത്തെ കാരണം എന്ന് പറയുമ്പം, ഒന്നാമത്തെ കാരണം എനിക്ക് ഈ ഒരു ഫീൽഡിലോട്ട് നല്ല ഇഷ്ടപ്പെട്ട, അതുപോലെ രണ്ടാമത്തെ കാരണം എന്ന് പറയുമ്പം ഞാൻ കാരണം വേറൊരാൾക്ക് ഒരു ഇൻസ്പിറേഷൻ നൽകാനാണ്. എന്ന് വെച്ചാൽ ഞാൻ കാരണം ഇപ്പോൾ ഒരാളെങ്കിലും ഒരു ജിമ്മിലോട്ട് വരുന്നെങ്കിൽ അതെനിക്കൊരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ ഞാൻ കാരണം ഒരാൾ ഇൻസ്പയർ ആയി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഒരു വലിയൊരു കാര്യമായിട്ടാന്ന് വെച്ചാൽ ഒരാൾ എൻ്റെ കാര്യം ഇങ്ങനെ ഓർത്ത്, ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞാൻ ഇതുപോലെ മിസ് കൊല്ലാണ്, മിസ് ആറ്റിങ്ങളാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കാരണം ഒരാളിങ്ങനെ വരുന്നെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് മാത്രമല്ല ഈ മെയിനായിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് ആരും ഇറങ്ങുന്നില്ല. അപ്പം കഴിവതും എല്ലാവരും ഇറങ്ങാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. വേറൊരു കാര്യം വെച്ചാൽ ഈ ഫീൽഡിലോട്ട് ലേഡീസ് ഇറങ്ങുമ്പോൾ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞേ, പെട്ടെന്ന് സെലിബ്രിറ്റി ആകാൻ പറ്റും. ശരിയല്ലേ? സ്ത്രീകൾ ഈ രംഗത്ത് വളരെ കുറവായിട്ട് വരുന്നത് പെട്ടെന്ന് സെലിബ്രിറ്റി ആവാനുള്ള അവസരം കൂടി ഈ ഒരു മേഖല തരുന്നതാണ്. ചിലവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്, ഈ ജിമ്മൊക്കെ ബോയ്സിന് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മസിലൊക്കെ ബോയ്സിന് മാത്രമേ ചേരത്തുള്ളൂ എന്നൊക്കെ. അങ്ങനൊന്നും ഇല്ല. ഇത് നമ്മളും മനുഷ്യരല്ലേ, ബോയ്സും മനുഷ്യരല്ലേ, എല്ലാരും തുല്യരല്ലേ, എല്ലാരും തുല്യരല്ലേ, എല്ലാരും ഈ നാട്ടിൽ തുല്യരാണ്. അല്ലാതെ ബോയ്സ് ഗേൾസ് എന്നുള്ള ഒരു വേർതിരിവ് ഇവിടെ ഇല്ല. എല്ലാരും തുല്യരാണ്.